നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വന്യമൃഗ ഭീഷണിക്കെതിരെ കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ പ്രമേയം അവതരിപ്പിച്ചു. കാട് വന്യജീവികൾക്കും നാട് മനുഷ്യർക്കും എന്ന ആശയം മുൻനിർത്തിയുള്ള വിവിധ ആവശ്യങ്ങൾ പ്രമേയത്തിലുണ്ട്. വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ജനസംരക്ഷണ നടപടികൾ ഉടൻ ഉണ്ടാകണമെന്ന് പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയിൽ മനുഷ്യർ നിരന്തരം വന്യജീവികളുടെ ആക്രമണത്തിനിരയാവുകയും കൃഷിനാശം നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംരക്ഷണ നടപടികൾ വേണമെന്ന ആവശ്യവുമായി കോതമംഗലം രൂപത മനുഷ്യാവകാശ സംരക്ഷണ പ്രമേയം അവതരിപ്പിച്ചു. ഇന്ന് ജനവാസ മേഖലയിൽ മനുഷ്യർ നിരന്തരമായി വന്യജീവി ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ അവരുടെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് പോലും വന്യമൃഗങ്ങളാൽ കൊല ചെയ്യപ്പെടുന്ന അതിദാരുണമായ അവസ്ഥ 2016 മുതൽ 2024 വരെ കേരളത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 55,830 വന്യജീവി ആക്രമണങ്ങൾ നടന്നതായി വനംവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ 911 പേർക്ക് ജീവൻ നഷ്ടമായി. 1712 പേർ ഗുരുതരമായി പരിക്കേറ്റ് ശയ്യാവലംബരാവുകയോ ജോലിക്ക് പോകാൻ കഴിയാത്തവരോ ആയിട്ടുണ്ട്. ഇവരൊന്നും വനം കയ്യേറിയവരോ വനത്തിൽ പ്രവേശിച്ചവരോ അല്ല. തങ്ങളുടെ വീടുകളിൽ കഴിയുന്നവരും കൃഷിയിടങ്ങളിൽ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ അധ്വാനിക്കുന്നവരുമായിരുന്നു. ആക്രമിക്കപ്പെടുന്ന ജനതയെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുമ്പോഴും അവർ കർഷകരും വനത്തോട് ചേർന്നുള്ള റവന്യൂ ഭൂമിയിൽ താമസിക്കുന്നവരുമാണെന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത്. കാട് വന്യജീവികൾക്കും നാട് മനുഷ്യർക്കും എന്ന ആശയം മുൻനിർത്തിയാണ് പ്രമേയം. വന്യജീവികളുടെ എണ്ണം ശാസ്ത്രീയമായി നിയന്ത്രിക്കുക, വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ മുഴുവൻ ചികിത്സാ ചെലവും ജീവനാംശവും വനം വകുപ്പ് ഏറ്റെടുക്കുക, നഷ്ടങ്ങൾക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം ലഭിക്കുവാൻ നിയമനിർമ്മാണം നടത്തുക, വൈൽഡ് അനിമൽ അറ്റാക്ക് ക്ലെയിം ട്രൈബ്യൂണൽ സ്ഥാപിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ പ്രമേയത്തിലുണ്ട്. വനഭൂമിയുടെ അതിർത്തികളിൽ ട്രെഞ്ചുകൾ നിർമ്മിച്ച് വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിലനിർത്തുക, അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് സർക്കാർ സർവകക്ഷിയോഗം വിളിക്കുക എന്നീ ആവശ്യങ്ങളും കോതമംഗലം രൂപത പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നു. രൂപതയ്ക്ക് വേണ്ടി പ്രസിഡന്റ് ജോസ് പുതിയടം, പ്രോട്ടോസിൻജലിയോസ് മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറ, ഡിഗോൾ കെ ജോർജ് കേളകം എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചത്. മീഡിയ 60 കോതമംഗലം.